വ്യത്യസ്ത മേഖലകളിലുള്ളവരുടെ പോരാട്ടമായി മാറുന്നു മാനന്തവാടി നഗരസഭ 31ാം ഡിവിഷനായ പാലാക്കുളിയിൽ. ക്ഷീരകർഷകനായ എ.വി. മാത്യു ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ മാനന്തവാടിയിലെ ഓട്ടോറിക്ഷ ഡ്രൈവറായ നാരായണൻ യു.ഡി.എഫ് സ്ഥാനാർത്ഥിയായും മത്സര രംഗത്തുണ്ട്. വർഷങ്ങളായി ക്ഷീരമേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് എ.വി. മാത്യു. ഇദ്ദേഹത്തിന്റെ ഭാര്യ ലില്ലിക്ക് ക്ഷീരമേഖലയിൽ നിരവധി ദേശീയ, സംസ്ഥാനതല പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അധ്യാപകൻ കൂടിയായ എ.വി. മാത്യു വയനാട് കൾച്ചറൽ സൊസൈറ്റി പ്രസിഡന്റായി പ്രവർത്തിച്ചിട്ടുണ്ട്. നല്ലൊരു സംഘാടകൻ കൂടിയായ ഇദ്ദേഹം നിലവിൽ ലൈബ്രറി കൌൺസിൽ മാനന്തവാടി താലൂക്ക് ജോയിന്റ് സെക്രട്ടറിയാണ്. പൊതുരംഗത്തെ പ്രവർത്തന പരിചയം തനിക്ക് അനുകൂല ഘടകമാവുമെന്ന് പ്രതീക്ഷിക്കുന്നതായി എ.വി. മാത്യു പറഞ്ഞു. ഈ ഡിവിഷൻ നല്ല ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കുവാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയാനുള്ള കാരണം, കൂടാതെ വളരെ കാലമായി ഈ പ്രദേശത്തിന്റെ എല്ലാ പ്രശ്നങ്ങളിലും ഇടപെട്ട് സാധാരണക്കാരനെ പോലെ പ്രവർത്തിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതെല്ലാം ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാൻ സഹായിക്കും എന്ന് ഞാൻ കരുതുന്നു. മാനന്തവാടി നഗരസഭാ സ്ഥാനാർത്ഥികളിൽ ഏക ഓട്ടോ ഡ്രൈവറാണ് നാരായണൻ എന്ന കുട്ടൻ. യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും സജീവ പ്രവർത്തകനായ ഇദ്ദേഹത്തെ പല തെരഞ്ഞെടുപ്പുകളിലും സ്ഥാനാർത്ഥിയെ പരിഗണിച്ചിരുന്നെങ്കിലും ഇത്തവണയാണ് നറുക്കുവീണത്. സിപിഎമ്മിന്റെ ഉറച്ചകോട്ടയിൽ ഇത്തവണ മൂവർണ്ണക്കൊടി പാറിപ്പിക്കാമെന്ന ആത്മവിശ്വാസത്തിലാണ് 56-കാരനായ നാരായണൻ ജനങ്ങൾക്ക് മുന്നിലെത്തുന്നത്. പിന്നെ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ ഈ വാർഡിൽ ചെയ്യാനുള്ളതുണ്ട്. ജനങ്ങളുടെ അടുത്തു നിന്നുള്ള പൂർണ്ണമായ അവരുടെ സഹായം, അവരുടെ ആവശ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ ചെറിയ കുട്ടികൾ കളിക്കളത്തിന് വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഒരു വാർഡിന്റെ വികസനത്തിൽ വരുന്നതാണ്. എൻ.ഡി.എ സ്ഥാനാർത്ഥി മോഹൻദാസും മത്സരരംഗത്തുണ്ട്. ഏതായാലും സീറ്റ് നിലനിർത്താനുള്ള പോരാട്ടത്തിലാണ് എൽ.ഡി.എഫ് എങ്കിൽ പിടിച്ചെടുക്കാനുള്ള തന്ത്രങ്ങളിലാണ് വലതുമുന്നണി. ഷമീർ, വയനാട് വിഷൻ, മാനന്തവാടി.